ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വിജ്ഞാപനം വന്ന തീയതി നോക്കുകയാണെങ്കിൽ 25/3/2025 അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിയമന രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണുള്ളത്. സോ അത് നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിനായിരിക്കും വിടുന്നത്. അപ്പോൾ 2 സ്റ്റേജ് എക്സാമാണ്. 2 സ്റ്റേജാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ആദ്യം നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പാസ്സാവുന്നവരെയായിരിക്കും സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം വൺ ടൈം ഈ സൈറ്റിൽ വന്നതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. കാറ്റഗറി നമ്പർ ഓർത്തിരിക്കുക. 9/2025 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിന് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ MSCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് MCA അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കണം. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അതേ ബേസിസിൽ തത്തുല്യമായുള്ള ഇത് നിങ്ങൾക്ക് 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇനി എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് പാലക്കാടേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്കാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിക്ക് ഒരു വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞ് ബാക്കിയുള്ള SC കാൻഡിഡേറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. സാലറി നോക്കുകയാണെങ്കിൽ 24,000 മുതൽ 70,000 വരെ സാലറി പോകുന്നത് ഒരു ജോബാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിളിച്ചിരിക്കുന്നത് പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറത്തേക്കാണ്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ജനറൽ കാൻഡിഡേറ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സാം കണ്ടക്ട് ചെയ്ത് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചാണെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 20 മാർക്കാണുള്ളത്. ഇത് 4 മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ 16 മാർക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ബേസിസിലാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് വരുവാണെങ്കിൽ ജനറൽ കാറ്റഗറിന് 150 രൂപ പ്ലസ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ആ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ 50 രൂപ വീണ്ടും അടച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി SC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ അടയ്ക്കേണ്ട ഫീസ് 50 രൂപയാണ്. പ്ലസ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുവാൻ അഡീഷണൽ 50 രൂപ വെച്ച് അടച്ച് വേണം അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർത്തിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കുന്നത് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന ഡേറ്റിനെ ബേസിസ് ചെയ്താണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025 അവസാന ഡേറ്റ് പറയുന്നത്. അപ്പം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നല്ലൊരു പോസ്റ്റാണ്. നല്ല സാലറിയോടെയാണ് വിളിച്ചിരിക്കുന്നത്. 2 സ്ഥലത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. പാലക്കാടും മലപ്പുറത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാന ഡേറ്റ് 30/4/2025. അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.